എല്ലാവർക്കും നമസ്കാരം. ഷാജിയാണേ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം പെൻഷനെ കുറിച്ച് പറയാനാണ്. പെൻഷനെ കുറിച്ച് ഇപ്പം പറയാൻ എന്താ കാര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. റിപ്പോ നിരക്ക് കുറഞ്ഞു വരികയാണ്. നിക്ഷേപ പലിശ നിരക്ക് എല്ലായിടത്തും കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും LICയുടെ പെൻഷൻ പദ്ധതികളും നിരക്ക് കുറയാനുള്ള സാഹചര്യമുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതിനു മുമ്പേ പെൻഷൻ അർഹത നേടുക, ഉയർന്ന നിരക്കിൽ ആജീവനാന്തം, അത് 2 വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു കുടുംബത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. പെൻഷൻ ഇല്ലാത്തവരുടെ ജീവിതവും പെൻഷൻ ഉള്ളവരുടെ ജീവിതവും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സുരക്ഷിതമായ നിക്ഷേപം, നമ്മുടെ അടുത്തുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ LICയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുരക്ഷിതത്വം പിന്നൊന്നും ഭയക്കാനില്ല. ആ ഒരു വ്യക്തികളുടെ ജീവിതവും പെൻഷൻ അർഹത നേടുന്ന വ്യക്തികളുടെ ജീവിതവും അവരുടെ അടുത്ത തലമുറക്ക് ഒരു ലെഗസി നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക. യാതൊരു വിധത്തിലും ഉപേക്ഷ കാണിക്കാതെ. കാര്യം ഇത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഈ പ്ലാനുകളിൽ പെൻഷൻ നിരക്ക് എത്ര കുറയും എന്നുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആൾക്കാർ എന്ന് പറഞ്ഞാൽ 2013 ശേഷം ഗവൺമെൻറ് സർവീസുകളിലൊക്കെ കയറിയ ആൾക്കാരാണെങ്കിൽ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. നമുക്കറിയില്ല എത്ര പെൻഷൻ കിട്ടുന്നുള്ളത്. ഇന്ന് കിട്ടുന്ന പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുടെ പെൻഷനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പെൻഷൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ല ഒരു സന്തോഷകരമായ അസാധ്യകരമായ ജീവിതം നേടിത്തരുന്ന ഒരു കാര്യമാണ്. സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എല്ലാവർക്കും. അതുകൊണ്ട് പെൻഷൻ അർഹത നേടുക. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ.